ആതിഥേയത്വം വഹിക്കുന്ന ക്ഷേത്രങ്ങളുടെ എണ്ണം കണക്കിലെടുക്കുമ്പോൾ ഒഡീഷയെ ക്ഷേത്രങ്ങളുടെ നാടെന്ന് നമുക്ക് വിളിക്കാൻ കഴിയും. അതായത് സംസ്ഥാനത്തിന്റെ ഓരോ കോണിലും ഒരു ക്ഷേത്രത്തിന്റെ രൂപത്തിൽ ഒരു സ്മാരകം കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പൊതുയുഗത്തിനു മുൻപുള്ള കാലഘട്ടം മുതൽ സമീപകാല ദശകം വരെ നമുക്ക് നൂറുകണക്കിന് മതപരമായ സ്ഥലങ്ങളും ക്ഷേത്രങ്ങളും ഒഡീഷയുടെ അതിരുകൾക്കുള്ളിൽ നമുക്ക് കണ്ടെത്താനാകും. അത്തരത്തിലൊരു ക്ഷേത്രമാണ് ബ്രഹ്മേശ്വര ക്ഷേത്രം. ഈ പ്രദേശത്തെ ഏറ്റവും പഴക്കമേറിയതും മനോഹരമായി രൂപകൽപ്പന ചെയ്തതുമായ ക്ഷേത്രങ്ങളിലൊന്നായി ഇതറിയപ്പെടുന്നു. തലസ്ഥാന നഗരിയായ ഭുവനേശ്വറിൽ സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മേശ്വര ക്ഷേത്രം അതിനാൽ തന്നെ എല്ലാ സഞ്ചാരികളും തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറുന്നു. ഒഡീഷയിലെ അതിമനോഹരമായ കൊത്തുപണികളുള്ളതും സമൃദ്ധമായി രൂപകൽപ്പന ചെയ്തതുമായ ഈ പുരാതന ക്ഷേത്രത്തെക്കുറിച്ച് നമുക്കൊന്നറിയാൻ ശ്രമിക്കാം. ഉഷ്ണമേഖല സാവന്ന കാലാവസ്ഥയുള്ളതിനാൽ ബ്രഹ്മേശ്വര ക്ഷേത്രത്തിലും പരിസരത്തും ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ വേനൽക്കാലം അനുഭവപ്പെടുന്നു. എന്നിരുന്നാലും ഹിന്ദു ഭക്തർക്കും പ്രാദേശിക വിനോദസഞ്ചാരികൾക്കും ഇത് വർഷം മുഴുവനും ഒരു ലക്ഷ്യസ്ഥാനമായി തുടർന്നു പോരുന്നു. തണുത്തതും മനോഹരവുമായ അന്തരീക്ഷത്തിൽ ക്ഷേത്രത്തിന്റെയും സമീപത്തുള്ള സ്ഥലങ്ങളുടെയും സൗന്ദര്യം പരിവേഷണം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഒക്ടോബർ മുതൽ മാർച്ച് അവസാനം വരെയാണ്. ഭുവനേശ്വറിൽ സ്ഥിതി ചെയ്യുന്ന ശിവന് സമർപ്പിക്കപ്പെട്ട ബ്രഹ്മേശ്വര ക്ഷേത്രം 9ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ നിർമ്മിച്ചതാണെന്ന് പറയപ്പെടുന്നു. എന്നിരുന്നാലും കണ്ടെത്തിയ രേഖകളും ലിഖിതങ്ങളും അനുസരിച്ച് 11ാം നൂറ്റാണ്ടിൽ സോമവംശി രാജവംശം ഈ പ്രദേശം ഭരിച്ചിരുന്ന സമയത്താണ് ക്ഷേത്രം ചിത്രീകരിച്ചത് എന്ന് പ്രസ്താവിക്കുന്നു. ചരിത്രപരവും മതപരവുമായ പ്രാധാന്യമുള്ളതിനാൽ ഒഡീഷ സംസ്ഥാനത്തെ പ്രമുഖവും നിർബന്ധമായും സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളിൽ ഒന്നായി മാറുന്നു. അതിനാൽ തന്നെ ഏതൊരു സഞ്ചാരിയും പ്രത്യേകിച്ച് ചരിത്രസ്നേഹിയും ഈ ക്ഷേത്രം നഷ്ടപ്പെടുത്തരുത് എന്ന് പറയപ്പെടുന്നു. മനോഹരമായി രൂപകൽപ്പന ചെയ്ത സങ്കീർണമായ നിർമ്മിത ഘടന കാരണം ഇത് വിനോദസഞ്ചാരികൾക്കിടയിൽ ജനപ്രിയമായി മാറുന്നു. മണൽക്കല്ല് ചുവരുകളിൽ മനോഹരമായ പാറ്റേണുകളും ഡ്രോയിങ്ങുകളും ഉപയോഗിച്ചിരിക്കുന്നത് തീർച്ചയായും പ്രശംസനീയമാണ്. വാസ്തുവിദ്യാ പ്രേമികൾക്ക് ബ്രഹ്മേശ്വര ക്ഷേത്ര സമുച്ചയം വളരെയധികം ആസ്വദിക്കാനുള്ള ഒരു കാഴ്ച തന്നെയാണ്. ബ്രഹ്മേശ്വര ക്ഷേത്രത്തിന്റെ പ്രത്യേകത അതിന്റെ ഘടനാപരമായ രൂപീകരണവും വാസ്തുവിദ്യാപരമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന സമുച്ചയവുമാണ്. ശ്രീകോവിലിന്റെ മധ്യഭാഗത്ത് പ്രധാന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതിനോടൊപ്പം ക്ഷേത്രത്തിന്റെ 4 മൂലകളിലെയും അധിക ശ്രീകോവിലുകൾക്കും പേരുകേട്ടതാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രം പിരമിഡാകൃതിയിലുള്ള ശിലാഘടനകളിൽ നിന്നും കൊത്തിയെടുത്തതാണെന്ന് പറയപ്പെടുന്നു. അതുവഴി മധ്യകാല ഇന്ത്യയുടെ വാസ്തുവിദ്യാ മാസ്റ്റർ പീസായി ഈ ക്ഷേത്രം മാറുന്നു. ക്ഷേത്രത്തിന്റെ പുറംഭാഗം നിരവധി ദേവീദേവന്മാരുടെ രൂപങ്ങൾ, മതപരമായ രംഗങ്ങൾ, വിവിധ മൃഗങ്ങളുടെയും പക്ഷികളുടെയും രൂപങ്ങൾ എന്നിവയാൽ അലങ്കരിച്ചിരിക്കുന്നു. രാജാറാണി ക്ഷേത്രത്തിന് സമാനമായി കാമവികാര ദമ്പതികളുടെയും സ്വച്ഛന്തരായ പെൺകുട്ടികളുടെയും നിരവധി കൊത്തുപണികളും ഇവിടെ കാണാൻ സാധിക്കും. ഭുവനേശ്വറിലെ ബ്രഹ്മേശ്വര ക്ഷേത്രത്തിന് ചുറ്റും പരിവേഷണം ചെയ്യാൻ എണ്ണമറ്റ സ്ഥലങ്ങളുണ്ട്. ഉദയഗിരി ഗുഹകൾ, ലിംഗരാജ ക്ഷേത്രം, മുക്തേശ്വര ക്ഷേത്രം, ഒഡീഷ സ്റ്റേറ്റ് മ്യൂസിയം, ധൌലി ഹിൽ, നന്ദൻകനൻ സുവോളജിക്കൽ പാർക്ക് എന്നിവ ഉൾപ്പെടുന്ന പ്രകൃതി വിസ്മയങ്ങൾ മുതൽ ചരിത്രസുന്ദരികൾ വരെയുള്ള എല്ലാ തരത്തിലുമുള്ള ആകർഷണങ്ങളും ഈ പ്രധാന സ്ഥലങ്ങളിൽ ഉൾപ്പെടുന്നു. ഭുവനേശ്വറിൽ നിന്നും എല്ലാ പ്രധാന നഗരങ്ങളുമായും പട്ടണങ്ങളുമായും റെയിൽ മാർഗം നന്നായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനാൽ തന്നെ ഭുവനേശ്വറിലെ ബ്രഹ്മേശ്വര ക്ഷേത്രത്തിലെത്താൻ ഏറ്റവും സൗകര്യപ്രദവും വേഗതയേറിയതുമായ റൂട്ടാണിത്. നല്ല റോഡുകളുടെ ശൃംഖലയുള്ള ഭുവനേശ്വറിനെ റോഡ് മാർഗവും എളുപ്പത്തിൽ സമീപിക്കാമെന്നതും ശ്രദ്ധേയമാണ്.